മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി. അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ വർത്തിച്ചു. പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു, കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. അനുതാപമില്ലായ്മ, അതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ വിഷയം. അനുതപിക്കുവാനുള്ള അവസരങ്ങൾ പലയാവർത്തി ലഭിച്ചിട്ടും പശ്ചാത്താപം എന്ന വികാരം ലവലേശമില്ലാതെ കഠിനമായ ദേഹോപദ്രവത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും കടക്കുന്നവർ ശിക്ഷ ചോദിച്ചു വാങ്ങുന്നവരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ വേണ്ടെന്ന് വയ്ക്കുന്നവർ. വീണ്ടും വീണ്ടും കിട്ടുന്ന അനുതാപത്തിനുള്ള അവസരങ്ങൾ വീണ് കിട്ടുന്ന കർത്താവിൻ്റെ കരുണയാണെന്ന് അവർ മനസ്സിലാക്കാതെ പോകുന്നു. ടു എർ ഈസ് ഹ്യൂമൻ, ബട്ട് ടു ഫോർഗീവ് ഈസ് ഡിവൈൻ. തെറ്റ് ചെയ്യുക മാനുഷികമാണ്, എന്നാൽ ക്ഷമിക്കുക ദൈവികവും. അനുതപിക്കുന്ന ഒരുവനോട് മാത്രമേ ദൈവത്തിന് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. അനുതപിക്കാത്തവൻ ദൈവകരുണയുടെ വാതിൽ കൊട്ടിയടയ്ക്കുന്നവനാണ്. കരുണാമയനായ ദൈവമേ, ബലഹീനരായി തെറ്റിൽ വീണു പോകുമ്പോൾ അവയെ ഓർത്ത് അനുതപിക്കുവാനും അങ്ങയുടെ കരുണാസ്പർശം അനുഭവിച്ചറിയാനും ഞങ്ങളെ അനുഗ്രഹിക്കണം.